ഈ ക്രിസ്മസ് ഈവനിങ്ങിൽ ഇവിടെ വന്നു ചേർന്ന ഏവർക്കും മർദ്ദമായ വിരുദ്ധ സംഘത്തിന്റെ നാമത്തിലുള്ള എല്ലാ ക്രിസ്മസ് പുതുവത്സര ആശംസകളും ഞാൻ നേരുന്നു. വന്നു പോകുന്ന ചെറിയ കുറ്റകൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മകരിസ എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി 2 വ്യത്യസ്ത കുടുംബങ്ങളെ തേടി ലോകമെമ്പാടും ഞങ്ങൾ ഒരു വലിയ തെരച്ചിൽ നടത്തുകയുണ്ടായി. ഈ തെരച്ചിലിനൊടുവിൽ ഈ പാരീഷിലെ തന്നെ 2 വ്യത്യസ്ത കുടുംബങ്ങൾ, വളരെ സ്പെഷ്യൽ ടാലന്റ് ആയിട്ടുള്ള 2 വ്യത്യസ്ത കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടെത്തി. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മകരിസയിലേക്ക് 2 ദമ്പതികൾക്കും 2 വ്യത്യസ്ത കുടുംബങ്ങൾക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ ക്രിസ്തു യേശുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ ക്രിസ്മസ് കരോൾ സർവീസിൽ നിങ്ങളെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എന്താണ് നിങ്ങളുടെ പേര്? ഏതായാലും നല്ല പേരായിരിക്കുന്നു. അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾ വളരെ നാളുകളായിട്ട് അമേരിക്കയിൽ വന്ന് താമസിക്കുന്നവരാണെന്ന് ഞാൻ അറിയുകയുണ്ടായി. ഈ കഴിഞ്ഞ ഇടയിലുണ്ടായ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിങ്ങൾക്ക് ഒത്തിരി സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടോ? എന്റെ സമ്പത്ത് യേശു മാത്രം സമ്പത്താകുന്നു. അവർക്ക് വേറെ പ്രത്യേകിച്ച് സമ്പത്തുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. യേശു മാത്രമാണ് അവരുടെ സമ്പത്ത്. അതൊക്കെ ഇരിക്കട്ടെ. ഇതുപോലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ നേരിടുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് എന്താണ് പറയാനുള്ളത്? എന്റെ ദൈവം മഹത്വത്തിലായി ജീവിക്കുമ്പോ സാധു ഞാനീശോടി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ നിങ്ങൾ അച്ഛന്റെ അടുത്തോട്ട് കരഞ്ഞോണ്ടൊന്നും ഓടണ്ട, ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി, ക്ലേശിപ്പാൻ ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾ 2 വ്യത്യസ്ത കുടുംബങ്ങൾ ഈയിടെയായിട്ട് വളരെ ഡയറ്റിങ്ങിലാണ് എന്ന് ഞാൻ കേട്ടു. അത് ശരിയാണോ? ഭാരങ്ങൾ ഒന്നും വേണ്ട യാത്രയിൽ അതൊക്കെ ഇരിക്കട്ടെ. ഇനിയിപ്പം നമുക്ക് ഏതായാലും ഇവരെ പറ്റി കുറച്ചുകൂടെ ആഴത്തിൽ അറിയാം. ഇവരുടെ ഫാമിലി ലൈഫിനെ പറ്റി നമുക്കൊക്കെ കൂടുതലായിട്ട് അറിയാം. സഹോദരിയുടെ ഭർത്താവിനെ പറ്റി സഹോദരിക്ക് എന്താണ് പറയാനുള്ളത്? ഏതായാലും സഹോദരിക്ക് നല്ല അഭിപ്രായമാണ്. സഹോദരി എന്ത് പറയുന്നു? എന്തായാലും സഹോദരിമാർക്ക് 2 പേർക്കും ഭർത്താക്കന്മാരെ പറ്റി നല്ല അഭിപ്രായമാണ്. ഇനി നമുക്ക് ഭർത്താക്കന്മാരുടെ അഭിപ്രായം അറിയാം. സഹോദരൻ എന്ത് പറയുന്നു തങ്ങളുടെ ഭാര്യയെ പറ്റി? അദ്ദേഹത്തിന്റെ കഷ്ടങ്ങളുടെ എല്ലാം വളരെ തുണയായിട്ട് തന്നെയാണ് സഹോദരി ഇരിക്കുന്നത്. സഹോദരൻ എന്ത് പറയുന്നു? ആശയോട് ആശ തന്നോടെന്നും എന്നിൽ കൂടെ സഹോദരന്റെ ആശപ്രകാരം ആശയെ തന്നെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതൊക്കെ ഇരിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ വിട്ട് നിങ്ങൾ ഭർത്തൃഗൃഹത്തിലേക്കൊക്കെ പോയപ്പോൾ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടായിരുന്നോ?
മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും ഈ കഴിഞ്ഞ ഇടയില് പലരും അച്ഛൻ്റെ അടുത്ത് നമ്മുടെ വികാരി അച്ഛൻ്റെ അടുത്ത് തന്നെ കംപ്ലൈന്റ് ചെയ്യുന്നത് കേട്ടു. നിങ്ങളുടെ വീട്ടില് എന്തൊക്കെയോ കലഹങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ കേട്ടു. അത് സത്യമാണോ? ഏതു നേരത്തും കാത്തുകൊള്ളുവാ. ഈ കലഹങ്ങളൊക്കെ ഉണ്ടായി മനോഷത്തോടൊക്കെ ഇരിക്കുമ്പോ സാധാരണ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ മറവേറിടുമ്പോൾ മറിച്ചാരി ഞാൻ ആശ്വസിക്കും. അതൊക്കെ പോട്ടെ. ഇനി എന്തായാലും നിങ്ങൾ കലാങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പൊ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നിങ്ങളുടെ ഭർത്താക്കന്മാർ വളരെ കഠിനാധ്വാനികളാണെന്നൊക്കെ ഞാൻ കേൾക്കുന്നു. ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവസരമായി വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ എങ്ങനെയാണ് അവരെ എതിരേൽക്കാറുള്ളത്? ഏതാണ്ട് ഇവരെ പറ്റി നല്ലൊരു ധാരണയാണ് വിശ്വസിക്കാം. അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പം ഇവരുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഇവരുടെ പള്ളിയെ പറ്റി നമുക്ക് ചോദിക്കാം. ഇവരുടെ പള്ളിയിലെ ആൾക്കാരെ പറ്റി നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് അറിയാം. നിങ്ങൾക്ക് ഈ പാരിഷ് മെമ്പേഴ്സിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? ഇതുപോലൊരു വളരെ സന്തോഷമാണ്, വളരെ ഭാഗ്യശാലികളാണെന്നാണ് പറയുന്നത്. അതൊക്കെ പോട്ടെ. നിങ്ങളുടെ വാഷിംഗ്ടൺ മർത്തോമ ഇടവകയായിട്ട് കുറച്ച് ലാൻഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ കേട്ടു. മറ്റു പള്ളിക്കാരൊക്കെ വളരെയധികം അസൂയായിട്ട് ചോദിക്കുന്നു, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതൊക്കെ ഇരിക്കട്ടെ. ഈ ലാൻഡൊക്കെ മേടിക്കാനുള്ള സാമ്പത്തിക സഹായമൊക്കെ എങ്ങനെയാണ്? എല്ലാവരും സഹായിക്കുമോ? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ണും കാണാതെയും പോകുന്നവർ. അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ നിങ്ങളുടെ നമ്മുടെ വികാരി അച്ഛൻ നമ്മുടെ എം ജോണച്ചനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആയിരം ആയിരം അതൊക്കെ ഇരിക്കട്ടെ. അപ്പം ഈ സഖ്യ മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ പറ്റി അച്ഛന്റെ ഒരു ധാരണ എന്തായിരിക്കും? അറിയുന്നല്ലോ നെഞ്ചരമറിയുന്നില്ല. അപ്പൊ നിങ്ങളെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് അച്ഛനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ പോട്ടെ. നിങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ ഇടയില് നിങ്ങളുടെ പാരീഷിൽ നിന്ന് ഒരുപറ്റം മെമ്പേഴ്സ് മാറിപ്പോയി എന്ന് ഞാൻ കേട്ടു. അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ജീവിതയാത്രക്കാരാ കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻമുൻപിലുണ്ട്. മർത്തോമ സഭയിലെ അച്ഛന്മാർക്കൊക്കെ എല്ലാ 3 വർഷം കൂടുമ്പോഴും ട്രാൻസ്ഫർ ആവും. സാധാരണ നിങ്ങളുടെ ഇടവയിൽ അച്ഛന്മാരെ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ഇടവക മെമ്പേഴ്സിനല്ല നിങ്ങളുടെ വികാരം എങ്ങനെയാണ്? അച്ഛന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതായിരിക്കും അനുഭവം. ഏതായാലും നിങ്ങളോട് വളരെ ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരിക്കും അധികം സന്തോഷമുണ്ട്. പിരിഞ്ഞതിന് മുമ്പ് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചോദിക്കാനുണ്ടോ? ഏതായാലും നമ്മൾ കണ്ടെത്തിയത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ടാലന്റുള്ള രണ്ടുപേരെയാണ്, 2 കുടുംബാംഗങ്ങളെയാണ്. ഏതായാലും ഇത്രയും സമയം ഈ ഇന്റർവ്യൂ ചെലവഴിച്ച് നിങ്ങൾക്ക് യുവൻ സഖ്യത്തിന്റെ നാമത്തിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് പിരിയുന്നതിന് മുമ്പ് ക്രിസ്മസ് ഈവനിങ്ങിൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? ദൈവം പിറക്കുന്നു മധുര മനോഹര ഗാനം മണ്ണിലും മിന്നിലും മന്ദാസം